കേരളത്തിന് തെയ്യവും കഥകളിയും പോലെ തന്നെ മറ്റൊരു തനത് കലാരൂപമാണ് പടയണി. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പടയണിയാണ് കോട്ടാങ്കൽ പടയണി. പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്കൽ എന്ന ഗ്രാമത്തിലാണ് ഈ പടയണി വർഷം തോറും നടന്നു വരുന്നത്. ഭക്തി, കല, പുരാണം, ഗ്രാമീണ ജീവിതം എല്ലാം ഒത്തുചേർന്നൊരു അതുല്യ ദൃശ്യാനുഭവമാണ് കോട്ടാങ്കൽ പടയണി. പുരാണ വിശ്വാസപ്രകാരം ദാരികാസുരനെ വധിച്ച ശേഷം ക്രോധാഗ്നിയിൽ കത്തിയിരുന്ന ഭദ്രകാളിയെ ശാന്തമാക്കുന്നതിനായി ഭക്തർ ഭീകരരൂപങ്ങളായ കോലങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്തു. അതാണ് പിന്നീട് പടയണിയായി വികസിച്ചതെന്നാണ് വിശ്വാസം. വിവിധ തരത്തിലുള്ള കോലങ്ങളുണ്ട്. ഭൈരവിക്കോലം, ഗണപതിക്കോലം, യക്ഷിക്കോലം, മർദ്ദക്കോലം, കാലൻ കോലം, പക്ഷിക്കോലം, കുതിരക്കോലം, കാലമാടൻ, അങ്ങനെ പല വിധത്തിലുള്ള കോലങ്ങളുണ്ട്. പടയണിയുടെ കോലെഴുത്തിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ചായക്കൊട്ടുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കോലം ചമയ്ക്കുന്നത്. കോലം വരയ്ക്കുന്നതിന് നമ്മൾ പച്ച പാളയിലാണ് ഉപയോഗിക്കുന്നത്. 5 നിറങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കോലമെഴുത്തിൽ ഉപയോഗിക്കുന്നത്. കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച. കറുപ്പിനായിട്ട് നമ്മൾ മാവില കരിച്ചിട്ട് അതിൻ്റെ കരി അരച്ചെടുത്തിട്ടായിരിക്കും നമ്മൾ കറുപ്പായിട്ട് ഉപയോഗിക്കുന്നത്. വെളുപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാളയുടെ പച്ച തൊലി ചെത്തിക്കഴിയുമ്പോൾ അവിടെ വെള്ള കളറായിരിക്കും കിട്ടുക. അപ്പോൾ വെളുപ്പിന് വേണ്ടി നമ്മൾ അതാണ് ഉപയോഗിക്കുക. ചുവപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെങ്കല്ല് പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ ചാലിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞച്ചെണ്ണ എന്ന സാധനമായിരുന്നു ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് മഞ്ഞൾ പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ച, പാളയുടെ തൊലി ചെത്താത്ത ഭാഗമാണ് നമ്മൾ പച്ചക്കായിട്ട് ഉപയോഗിക്കുന്നത്. കോട്ടാങ്കൽ പടയണിയിൽ 2 കരക്കാരാണ് പങ്കെടുക്കുന്നത്. 1 കോട്ടാങ്കൽ കരയും 2 കുളത്തൂർ കരയും. അവസാനത്തെ 8 ദിവസം ഈ 2 കരക്കാരും മത്സരിച്ചാണ് പടയണി അവതരിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ഭാഗങ്ങൾ കോട്ടാങ്കൽ കരയായിട്ടും പടിഞ്ഞാറ് വശത്തുള്ള ഭാഗങ്ങൾ കുളത്തൂർ കരയായിട്ടുമാണ് അറിയപ്പെടുന്നത്. പുളിക്കൽ, താഴത്തുവീട്ടിൽ എന്നീ 2 പുരാതന കുടുംബങ്ങളിൽ ധനു, ഭരണി ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ചൂട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടിയാണ് പടയണിക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 28 ദിവസവും കോട്ടാങ്കൽക്കാർക്ക് ഉത്സവം തന്നെയാണ്. പടയണി ആരംഭിക്കുന്ന അടവി ദിവസം കളവുണർത്തുന്നത് കുതിരക്കോലങ്ങളും ഒപ്പമെത്തുന്ന പട്ടാണികളുമാണ്. തുടർന്ന് ദേവിയുടെ പ്രതിരൂപമായ ഭൈരവിക്കോലവും കളത്തിലെത്തും. അടവി ദിവസം 101, 64, 32, 16 എണ്ണം പാളികളിൽ ഭൈരവിക്കോലങ്ങൾ തയ്യാറാക്കും. അന്തരേക്ഷി, കുന്തരേക്ഷി, മറുത എന്നീ കോലങ്ങളും ഈ ദിവസം തന്നെ അവതരിപ്പിക്കും. പാനേടി അഥവാ പള്ളിപ്പാന.
അടവി ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പള്ളിപ്പാന. 100-ലധികം കരിക്കുകൾ തടിയുരലിൽ വെച്ച് പാനക്കുറ്റിയാൽ അടിച്ചു പൊട്ടിക്കും. മലദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണ് പള്ളിപ്പാന നടത്തുന്നത് എന്നതാണ് വിശ്വാസം. കോട്ടാങ്കൽ പടയണിയിലെ ഏറ്റവും ആകർഷണീയമായ കാര്യമാണ് അടുത്തത്, അടവി. പോരിന് വിമുഖത കാട്ടി നിന്ന ധാരികാസുരനെ വൃക്ഷലതാദികൾ പിഴുതെറിഞ്ഞ് പ്രകോപിപ്പിച്ച് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ദേവിയുടെ ലീലകളുടെ പ്രതീകമായിട്ടാണ് അടവി നടത്തപ്പെടുന്നത്. ഇത് ശരിക്കും നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട കാര്യമാണ് കേട്ടോ. കാര്യം നേരത്തെ പടയണി നടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അടവിയും നടക്കുന്നത്. ഒരുപാട് മരങ്ങൾ ഉപയോഗിച്ച് അവരതൊരു കാടാക്കി മാറ്റി. ഐതിഹ്യത്തിൽ പറയുന്ന പോലെ തന്നെ ഇവർ ഈ മരങ്ങളുടെ മുകളിൽ വലിഞ്ഞു കയറി ചില്ലകൾ ഒടിച്ചിടുകയും പഴങ്ങളൊക്കെ വലിച്ചെറിയുകയും ഒക്കെ ചെയ്യും. അതൊരു കൗതുകകരമായ കാഴ്ച തന്നെയാണ്. വടക്കൻ കേരളത്തിൽ തെയ്യം പോലെ തന്നെ മധ്യ തിരുവിതാംകൂർ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന കലയാണ് പടയണി. കാലപ്പഴക്കത്തിൻ്റെ കാര്യത്തിൽ കോട്ടാങ്കൽക്കാവും പടയണിയും എത്ര നാൾ പഴക്കമുണ്ടെന്നതിനെക്കുറിച്ച് രേഖകളില്ലെങ്കിലും ജാതി മത ഭേദമന്യേ നടത്തിവരുന്ന ഈ കോട്ടാങ്കൽ പടയണി നമ്മുടെ കേരളത്തിന് എന്നും അഭിമാനം തന്നെയായിരിക്കും. Hey,